ദൂരെ കാണുന്നുണ്ടില്ലേ ഒരു ഗ്രാമം കണ്ടോ നിങ്ങൾ അല്ലേ? തട്ട് തട്ടായിട്ട് അവിടെ ഇങ്ങനെ എന്തൊക്കെയോ പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വൗ, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഏതായാലും നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്, നമുക്ക് കാണാം. കണ്ടോ, നമ്മൾ മേലെന്ന് കണ്ടിട്ടുള്ള ആ ഗ്രാമമാണത്. ഇവിടുത്തെ ഈ താഴ്വാരത്തിൽ ആട് മേയ്ക്കുന്ന ആളുകൾക്ക് അവരൊക്കെ താമസിക്കുന്ന ചെറിയ ചെറിയ ടെൻറ്റുകളാണിത്. ചന്ദ്രാവാലി ക്യാമ്പിങ്. മേലെ നോക്കൊരു വാട്ടർഫാൾ കണ്ടോ, ആ മലേൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന നല്ല രസമുണ്ടല്ലേ. ഇവിടെയൊക്കെ ഒരുപാട് വെജിറ്റബിൾസ് ആണ് കേട്ടോ കൃഷി ചെയ്യുന്നത്. അടൽ ടണൽ റോഹ്താങ് 6 കിലോമീറ്ററാണ് നമുക്കിനി അടൽ ടണലിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മളിവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അടൽ ടണൽ വഴിയാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് നമ്മൾ ഈ വട്ടവടൊക്കെ പോയ പോലെ കംപ്ലീറ്റ് തട്ടായിട്ടുള്ള വെജിറ്റബിൾ കൃഷികളാണുള്ളത്. ഇവിടെ താഴെ ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ട് കേട്ടോ. ഈ തണുപ്പിൽ ഈ പൊടിയും കൊണ്ടിട്ട് ആ ഒരു ടെൻറ്റിലാണുള്ളവരൊക്കെ താമസം. നമ്മളൊക്കെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ബോർഡറിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് അവർ എല്ലാം ത്യജിച്ചുകൊണ്ട് ഇവിടെ കഴിച്ചു കൂട്ടുകയാണ്. ഇത് കാണുന്ന എല്ലാ എൻ്റെ പട്ടാളക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് സല്യൂട്ട് തരികയാണ്. ഇതാ റോട്ടിലൂടെ ഇങ്ങനെ അവർ മാർച്ച് ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള കാഴ്ച. ഏതായിരുന്നാലും ഇവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാം. അടൽ ടണൽ കയറാൻ പോവാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ടണൽ കിടക്കുന്നത്. അതായത് ഒരു 3 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ അടൽ ടണൽ കിടക്കുന്നത്. വേൾഡിൽ ഒരുപാട് ടണലുകളുണ്ട്. 20ഉം 25ഉം കിലോമീറ്റർ ദൂരമുള്ള ഒരുപാട് ടണലുകളുണ്ട്. എന്നാൽ 10,000 അടി അതായത് 3 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടണലാണ് അടൽ ടണൽ. ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. 3200 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ അടൽ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അടൽ ടണലിന് ഒരുപാട് പഴക്കമുള്ള ചരിത്രം പറയാനുണ്ട്. പ്രധാനമന്ത്രി നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 1960 പ്രാദേശിക ഗോത്ര നേതാക്കളുമായിട്ട് റോത്താങ് ചുരത്തിലേക്ക് റോത്താങ് പാസിലേക്ക് ഒരു റോപ്പ് വേ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോഴാണ് അടൽ ടണലിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് കുളുവിലേക്ക് വരുന്ന വഴിയിൽ ഒരുപാട് ടണലുകളുടെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ടണലുകളൊക്കെ നിർമ്മിച്ച് വരുമ്പോഴേക്ക് നമുക്ക് റോഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതാവും, യാത്ര കൂടുതൽ സൗകര്യപ്രദമാവും. അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു തുരങ്കം വരുന്നതോടുകൂടി നമുക്ക് അതിനൊക്കെ മറികടക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് ടണലിൻ്റെ വർക്കുകൾ വരുന്ന വഴിയിലൊക്കെ നടക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ തുരങ്കം വന്നതോടുകൂടി ഈ വഴിയുള്ള യാത്ര കുറച്ച് എളുപ്പമായിട്ടുണ്ട്. യാത്ര ദൂരം കുറഞ്ഞു, സമയം കുറഞ്ഞു. അതുപോലെ തന്നെ ഈ മഞ്ഞ് വീഴ്ച അതൊക്കെ തടയാൻ സാധിച്ചു. സ്പിറ്റി വാലി അതുപോലെ തന്നെ ലഡാക്ക് ഈ സ്ഥലത്ത് വളരെ കഷ്ടപ്പാടാണ് ഈ സ്ഥലത്ത് ഈ റൂട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുക എന്നുള്ളത്. ഈ റൂട്ടിലേക്കൊക്കെ വളരെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ലഡാക്ക് വരെയാണ് ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ടണലുകൾ നിർമ്മിച്ചുകൊണ്ട് ലഡാക്ക് വരെ ടണൽ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് വെല്ലുവിളികൾ ഇത് നിർമ്മിക്കുന്ന സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു. ശൈത്യകാലത്ത് ഇത് ഖനനം നടക്കുന്ന സമയത്ത് മഞ്ഞ് വീഴ്ച, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, അങ്ങനെയുള്ള ഒരുപാട് വെല്ലുവിളികൾ ഈ അടൽ ടണൽ നിർമ്മിക്കുന്ന സമയത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ചെറിയ ചെറിയ റിപ്പയറിംഗ് വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സവിശേഷതകളുണ്ട് ഈ അടൽ ടണലിന്. 9 കിലോമീറ്ററാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്രോസ് സെക്ഷൻ പോലെയുള്ള ഒരു ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്.
ഇതിന് ഒരുപാട് സുരക്ഷാ നടപടികൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഈ ടണലിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു തുരങ്കത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള തീയപ്പടരുകയാണെങ്കിൽ ഓരോ 200 മീറ്ററിലും ഓരോ സംവിധാനങ്ങൾ, അതിന് തീ കെടുത്താനുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഇതാക്കാനുള്ള സംവിധാനങ്ങൾ, സൈറണുകൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഓരോ കിലോമീറ്ററിലും ഓരോ എക്സിറ്റ് വാതിലുകൾ, പുറത്തേക്ക് കടക്കാനുള്ള എക്സിറ്റ് വാതിലുകൾ, അതുപോലെ തന്നെ CCTVകൾ, അങ്ങനെയുള്ള ഒരുപാട് സുരക്ഷാ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടാണ് ഈ അടൽ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 9 കിലോമീറ്റർ എത്ര പെട്ടെന്നാണ് പോയതല്ലേ. ടണൽ ക്യാൻ ബി സ്റ്റോപ്പേജ് ഇൻ മനാലി. ഇവിടെ നിർത്താൻ പറ്റൂല കേട്ടോ. അതിനുള്ളിൽ നിർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് താങ്ക്സ് വിസിറ്റ് അഗെയിൻ. ഇതാണ് ഇവിടുത്തെ സ്വാഗതം ചെയ്യുന്ന ബോർഡ്. നമ്മൾ ഇതിലിങ്ങനെ മണാലിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ സ്വാഗതം ചെയ്യുന്ന ബോർഡാണ്. അപ്പോൾ അടൽ ടണൽ റോഹ്താങ് പാസിലേക്കുള്ള ടണലാണിത്. അപ്പം ഈ മല കംപ്ലീറ്റ് തുറന്നിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വ്യൂ ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ, നല്ല സൂപ്പർ റോഡാണ്. നല്ല സ്ട്രൈറ്റ് 9 കിലോമീറ്റർ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പർ റോഡാണ്. നമ്മൾ റോഹ്താങ് പാസിലേക്ക് പോയത് അപ്പുറത്ത് കൂടെ ആയിരുന്നു കയറിപ്പോയത്. ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ അടൽ ടണൽ വഴി വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നോക്കി, ഈ മല തുരന്നിട്ടാണ്, ഇതിലൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി വന്നത് കേട്ടോ. ഉള്ളിലേക്ക് ഇങ്ങനെ മണാലിയിലേക്ക് ഇറങ്ങി വന്നത്. ഈ അടൽ ടണ്ണിൻ്റെ മിക്സിങ്, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് മിക്സിങ് മറ്റൊക്കെ നടക്കുന്ന സ്ഥലമാണിത്. കണ്ടോ? അപ്പോൾ നമ്മൾ സോളോങ് വാലിയിലെത്തി. നമ്മൾ റോഹ്താങ് പാസ് പോയി അവിടുന്ന് അടൽ ടണൽ വഴി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. സോളോങ് വാലിയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണിത്. പിന്നെ ഇവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഒരു റോപ്പ് വേ ആണ്. ഇതിൻ്റെ മുകളിലോട്ട്, മലയുടെ മുകളിലോട്ട് ഇങ്ങനെ റോപ്പ് വേ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു വേറൊരു ആക്ടിവിറ്റി. ഈ വണ്ടിയിൽ നമ്മൾ ബാക്കിൽ ഇരുത്തിയിട്ട് നമ്മളങ്ങോട്ട് ആ ടെമ്പിളിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും. നമുക്ക് അവർ ഓടിക്കാൻ തരുന്നില്ല, ഇവരെന്നെ ഓടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ടെമ്പിളിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവാം. നമ്മൾ റോഹ്താങ് പാസ് പോയി, പിന്നെ അടൽ ടണൽ, സോളോങ് വാലി ഒക്കെ പോയിട്ട് ഇങ്ങനെ വരികയാണ്. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ഒരു എയർപോർട്ട് ഉണ്ട് കേട്ടോ, കുളുവിൽ. ബുൺടാർ എയർപോർട്ട് അല്ലേ, ബുൺടാർ എയർപോർട്ട്. സാധനങ്ങളൊക്കെ അവിടെ പോയപ്പോൾ ഇട്ടിരുന്ന കോട്ടും ഷൂ ഒക്കെ നമ്മളോട് തിരിച്ച് ഏൽപ്പിച്ചു കേട്ടോ. ഓക്കെ, ഇനി നാളെ പോകുന്നത് എവിടെയൊക്കെയാണ്? കസോള്, പിന്നെ മണിക്കരൺ, പിന്നെ എവിടെയാണ്? കസോള്, മണിക്കരൺ, കുളു അല്ലേ? ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ നാളെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കൂടെ ഉണ്ടാവണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.